ഗൈസ്, ഞാനിപ്പം അച്ഛമ്മയുടെയും ചാച്ചന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അച്ഛമ്മ പറഞ്ഞു ഇവിടെ തണ്ണിമത്തൻ കായ്ച്ചെന്നോ. അപ്പൊ ഞാൻ നിങ്ങളെയും കാണിക്കാവേ. നമുക്ക് കണ്ടോ ഗൈസ്, തണ്ണിമത്തൻ. ഞാൻ ആദ്യമായിട്ടാണ് തണ്ണിമത്തൻ കായ്ച്ചൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്. സാധാരണ നമ്മള് കടയിൽ പോയൊക്കെ മേടിക്കത്തല്ലേ ഉള്ളൂ, അല്ലാണ്ടൊന്നും കണ്ടിട്ടില്ല. കണ്ടോ തണ്ണിമത്തന്റെ ഇല. ഇവിടെ കൊറേ റബ്ബറൊക്കെ നിപ്പുണ്ടായിരുന്നു. എന്തോ ഒരു കെട്ടിടം പണിയാൻ വേണ്ടി കണ്ടോ ഉള്ള റബ്ബറെല്ലാം വെട്ടി. ഇത് പയറാണ്, പയർ. നീ എന്നെ മൂലയിൽ ഇറങ്ങി വന്നാണോ എല്ലാരും വിചാരിക്കും. മതിയായി. ഞാൻ ഇവിടെ വന്ന് ഞാൻ ചാച്ചനെ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ എന്റെ റീലിന് ലൈക്ക് അടിക്കണ്ടേ എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ചാച്ചനെ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. അച്ഛമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് രണ്ടുപേരുടെ നോക്കാം. കാണിച്ചതാ എങ്ങനെയാന്ന് കാണിച്ചതാ. ഇതാന്റെ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നുണ്ടോ നമുക്കിപ്പൊ കാണാം. ഇങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചേ? എന്നിട്ട് എന്തായാലും പിടിച്ചു വെക്കണ്ടേ? കൈയുടെ സിമ്പിൾ എന്ത്? കൈയുടെ സിമ്പിൾ. ഓക്കെ അടുത്തടിക്ക്. അപ്പം ചാച്ചൻ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ഛമ്മയോട് പറയാം ലൈക്ക് അടിക്കാൻ. ലൈക്ക് അടിക്കുക, എന്റെ വീഡിയോ പോയി ലൈക്ക് അടിക്കുക. വാർത്തിട്ട് മതി. ഞാൻ അടുത്ത ആളുടെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ലൈക്ക് അടിക്കുന്നത് എങ്ങനെയാ ഞാൻ പഠിപ്പിച്ചെന്ന്. കൈ. യെസ് ഗൈസ്, അതും പഠിച്ചു. അപ്പം അച്ഛമ്മേനെയും ചാച്ചനെയും ഞാൻ ലൈക്ക് അടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സോ എനിക്ക് ഇനി ഫേസ്ബുക്കിൽ ലൈക്ക് കയറുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാം അച്ഛമ്മയ്ക്ക് ഉടനെ തന്നെ ഞാൻ അച്ഛമ്മയ്ക്ക് ഇൻസ്റ്റഗ്രാം എടുത്ത് കൊടുക്കുന്നതായിരിക്കും. ചാച്ചനോട് ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഞാൻ ഇൻസ്റ്റഗ്രാമോട് പഠിപ്പിച്ചു കൊടുക്കാവേ. ഇല്ലേ, എനിക്ക് എത്ര ലൈക്ക് കിട്ടുന്നുണ്ട്, എന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം, ഇതൊക്കെ എന്നെക്കാളും കൂടുതൽ ആകാംക്ഷയോടെ കണ്ടിരിക്കുന്ന ആരെന്നറിയോ? അതെ, ഇത് 24 മണിക്കൂർ എന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ണെടുക്കത്തില്ല. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എത്ര ഫോളോവേഴ്സ് ആയി, എനിക്ക് എത്ര ലൈക്കായി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ടോ, കണ്ടു മടുത്തില്ലേ? ഒരു സാധനം തന്നെ പിന്നെയും കണ്ടു മടുത്തില്ലേ? കൊച്ചുമോൾ എങ്ങനെയാ, നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണോ? അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ഞങ്ങളെ കാത്തു 2 എണ്ണം അടുത്തടുത്ത് ഇരിപ്പുണ്ട്.